കരാത്തെ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ ആലിന്റെ മൂട് യുവരശ്മി ക്ലബിന് സമീപമാണ് പുതിയ പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. ജപ്പാൻ കരാത്തെ ഷോട്ടോക്കാരൻ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഷാവോലിൻ അക്കാദമിയുടെ പുതിയ ശാഖയാണ് പ്രവർത്തനം ആരംഭിച്ചത്. പൂതക്കുളം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈല ജോയി കരാത്തെ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. കരാത്തെ ക്ലാസ് നമ്മുടെ ഈ ആലിന്റെ മൂട് പ്രദേശത്ത് ഒരു കരാത്തെ ക്ലാസ് തുടങ്ങാൻ ഒരു ആഭിമുഖ്യമെടുത്ത് അതിനെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ഷാജിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം കൂടെ കൊടുക്കുകയാണ്. ഷാജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഷാജി എന്ന് കേട്ടാൽ നമ്മൾ ഓർക്കുന്നത് കരാട്ടയാണ് അല്ലേ? അപ്പോൾ കരാട്ടെ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ കരാട്ടെ ഫീൽഡിൽ ഇത്രയും കാലം പിടിച്ചു നിന്നത്? അതൊരു വലിയ ത്യാഗത്തിന്റെ സഹനത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടാണ്. നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ കരാട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇടി അടി എന്നുള്ളത് ഒരു വേറൊരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ കരാട്ടെ കണ്ടിരുന്നത്. പക്ഷേ കാലങ്ങൾ വന്നപ്പോൾ ഇപ്പൊ അങ്ങനെയല്ല അല്ലേ? നമുക്ക് ഇവിടെ തന്നെ കാണുമ്പോൾ അറിയാം എത്ര പേരൻസ് ആയ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് നമുക്ക് അല്ലേ? അപ്പൊ അവരും ഒക്കെ മുന്നോട്ട് വരാൻ തുടങ്ങിയവര് സാഹചര്യം എന്തുകൊണ്ടാണ് കരാട്ടയുടെ മേന്മ നമ്മളെല്ലാവരും മനസ്സിലാക്കാൻ തുടങ്ങിയതുണ്ട്. വെറും ഒരു കരാട്ടെ ഒരു കായിക അഭ്യാസം മാത്രമല്ല, നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലുള്ള ഉന്മേഷത്തിനും ഒക്കെ നമുക്ക് ഈ കരാട്ടെ അഭ്യാസം വളരെ ഉപകരിക്കുന്നത് ഒരു പ്രക്രിയ കൂടെയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് എനിക്കറിയാം, ഷാജി ഒരു 22 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മകന് 10 വയസ്സേ ഉള്ളൂ. 10 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഷാജി കരാട്ടയ്ക്ക് ഒരു സെന്റർ പുത്തങ്കുളത്ത് ദേവരാജ വിലാസ് സ്കൂളിൽ തുടങ്ങുന്നത്. ആ കരാട്ടെ ക്ലാസ്സിൽ അന്ന് അവരിപ്പോ പോയി. നമുക്കൊക്കെ ഭയമായിരുന്നു, മോനൊക്കെ 10-11 വയസ്സേ ഉള്ളൂ. എന്നാലും ഷാജിയുടെ ഒരു എഫോർട്ട്, ഷാജിയോടുള്ള ഒരു വിശ്വാസത്തിന്റെ മൊത്തം നമ്മൾ ഈ കുട്ടികളെയൊക്കെ വിടുകയും അവർ കരാട്ടെ പഠിപ്പിക്കുകയും ആ കരാട്ടയുടെ അവസാന ഘട്ടം ബ്ലാക്ക് ബെൽറ്റിനോടൊപ്പം തന്നെ അവര് ഡൽഹിയിൽ ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെയായിട്ട് നമ്മൾ ഷാജിയോടുള്ള ഒരു വിശ്വാസത്തിൽ കുട്ടികളെ അയക്കുകയും അവിടെ പോയി അവർ അതിൽ അറ്റൻഡ് ചെയ്ത് വരികയൊക്കെ ചെയ്ത വലിയ ഒരു ഓർമ്മ നമുക്ക് ഒരു കാലയളവ് നമുക്ക് അതിൽ നിലനിർത്തുകയാണ്. അതിപ്പോഴും മുന്നോട്ട് ഷാജി കരാട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിക്കടി പ്രാർത്ഥനകൾ ഇതിന്റെ എല്ലാം കാരണം ഷാജിയുള്ള വിശ്വാസവും ഷാജിയുടെ ഉത്തരവാദിത്വ ബോധവുമാണ്. പൂതക്കുളം പഞ്ചായത്ത് മെമ്പർ കെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു. കരാത്തെ മാസ്റ്ററും JKS ഇന്ത്യ ഷാവോലിൻ അക്കാദമി വൈസ് പ്രസിഡന്റുമായ സെൻസോയ് ഷാജി വി സ്വാഗതം പറഞ്ഞു. ഇവിടെ പരിശീലനത്തിനായി എത്തുന്നവർക്ക് നിരവധി ഓഫറുകളാണ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ പേര് ഷാജി, ഞാൻ JKS 4th റാങ്ക് ബ്ലാക്ക് ബെൽറ്റ് ആണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് JKS ഷാവോലിൻ അക്കാദമിയുടെ കരാട്ടെ സെൻ്ററിലാണ്. എനിക്ക് ക്ലാസ്സുകളുള്ളത് പുത്തൻകുളത്തുണ്ട്, നെടുങ്ങോല MLA മുക്കിലുണ്ട്, പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷൻ ആലിൻ്റെ മൂട്, പാറേക്കാവ് ജംഗ്ഷൻ നെടുങ്ങോലം, MLA ജംഗ്ഷൻ പൊഴിക്കര, ഇത്രയും സ്ഥലത്താണ് നമുക്ക് ബ്രാഞ്ചുള്ളത്. കൂടാതെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എന്ന സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ അമൃത സ്കൂള്, അമൃത പബ്ലിക് സ്കൂൾ, അങ്ങനെ 3-4 സ്കൂളുകളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കരാത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കൗൺസിൽ അംഗീകൃത കരാട്ടെ ക്ലാസ്സുകളാണ് നടത്തുന്നത്. പഠിക്കുന്ന കുട്ടികൾക്ക് ജില്ല, സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ എന്നീ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കോളേജിലോ സ്കൂൾ ഹയർ സെക്കൻഡറിക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ എളുപ്പമാണ് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. കൂടാതെ നല്ല ഒരു ബോഡി ലാംഗ്വേജും നല്ല ഒരു മനസ്സിനുടമയാവാനും കരാത്തെ കൊണ്ട് സാധിക്കും. കരാത്തെ സെൽഫ് ഡിഫൻസ് ആണ്, സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് കരാത്തെ പഠിക്കുന്നത്. കരാത്തെ പഠിക്കുന്നത് കൊണ്ട് ആരുടെയും മുകളിൽ നമ്മൾ അക്രമം ചെയ്യാൻ പോകുന്നതല്ല. തുടർന്ന് അവർക്ക് ഒരു ആപത്ത് ഘട്ടം വരുമ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് ഓടാനെങ്കിലും പറ്റുന്ന ഒരു ശാരീരിക ക്ഷമത ഉണ്ടാക്കിയെടുക്കണം. അതാണ് വേണ്ടത്. ഇന്ന് പല സംഭവങ്ങളും കാണുന്നുണ്ട്. മൊബൈൽ ഫോണിൻ്റെയും തുടങ്ങിയുള്ള മയക്കുമരുന്നിൻ്റെയൊക്കെ പിറകിലാണ് കുട്ടികൾ. നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും ഒക്കുന്ന രീതിയിലല്ല, ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. ഒന്നുകിൽ അവരുടെ കൂട്ടത്തിലുള്ളവരെ വഞ്ചിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ അവർ സ്വമേധ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റം വരുവാണെങ്കിൽ ഇതുപോലുള്ള മാർഷൽ ആർട്സുകൾ പഠിക്കണം. അപ്പോൾ അവർക്ക് സമയം കണ്ട് ഇന്ന് ആർക്കും സമയമില്ല. എല്ലാവർക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞാൽ അടുത്ത വീണ്ടും പഠിത്തം, വീട്ടിലൊരു മൊബൈലുമായിട്ടിരിക്കും. മൊബൈൽ വഴി ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാര്യം പല കുട്ടികളും മൊബൈലിൽ കളിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ആഡുകൾ നമുക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കൈവച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ പിറകിൽ നമുക്ക് തുടർന്നുള്ള കണക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആരുടെയും തെറ്റല്ല അത്, ആർക്കും അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ പേരൻസ് വളരെ സൂക്ഷിക്കണം. അവരെ നമ്മൾ
റൂമിലിരുന്ന് മൊബൈൽ കാണാൻ സമ്മതിക്കാതെ ഓപ്പണായിട്ടിരുന്ന് തന്നെ മൊബൈൽ കാണാനും ഒക്കെ സമ്മതിക്കണം. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് ഈ കണക്ഷൻസ് കിട്ടുന്നത്. ആ കണക്ഷൻ വഴിയാണ് കുട്ടികൾ ആദ്യം തമാശയ്ക്ക് തുടങ്ങും, പിന്നെ ഇതൊരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഭാഗമായി മാറുകയും അതിലേക്ക് പുറപ്പെടുകയും ചെയ്യും. നമുക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ എൻ്റെ ഒരു 20 വർഷമായി ഞാൻ എൻ്റെ കബഡി ക്ലബ്ബ് പിരിതുവിട്ടിട്ടുണ്ട്. കാര്യം കബഡി ക്ലബ്ബ് പിരിതുവിടാനുള്ള കാരണം തന്നെ കുട്ടികളിൽ ചില ലഹരിയുടെ ഉപയോഗം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനത് ആദ്യം വാൺ ചെയ്തു, പിന്നെ അവരൊക്കെ ഞങ്ങൾ പുറത്താക്കി. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരുന്നു. കാര്യം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്യാങ് അല്ലായിരുന്നു തിരിച്ച് മറു സൈഡിലുണ്ടായിരുന്നത്. വളരെ വിഷമകരമെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ ഒരുപാട് ആക്രമിക്കുകയും ഒരുപാട് സാമ്പത്തികമായിട്ട് നമ്മളെ നശിപ്പിച്ചു, ശാരീരികമായി നമ്മളെ നശിപ്പിച്ചു, നിയമപരമായി നശിപ്പിച്ചു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കാത്ത രീതികളിലേക്ക് നമ്മളെ തകർത്തു. കാര്യം എന്താണ്? ഇത് സാധാരണക്കാരനല്ല ഇതിൻ്റെ പിറകിൽ പോകുന്നതും ഇത് ചെയ്യുന്നതും. കാര്യം വലിയ ഒരു ഗ്യാങ് തന്നെ അവർക്കുണ്ട്. അപ്പം നമ്മൾ അവരുടെ പിറകിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ എത്തിപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ അതിൻ്റെ പിറകിൽ പോക്ക് നിർത്തി. ഇപ്പം തന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പം പോലീസിലും ഒക്കെ എല്ലാവർക്കും ഒക്കെ പറയുന്നു, നിങ്ങൾ കണ്ടാൽ പിടിച്ചു കൊടുക്കണം, അവരെ പിടിക്കണം. അപ്പോൾ ഇപ്പോഴാണ് ഉണർന്നത്, ഇപ്പോഴല്ല ഉണരേണ്ടത്, പണ്ടേ ഉണരണമായിരുന്നു. അല്ലെങ്കിൽ ഉണർന്നതിൻ്റെ ഭാഗമായി ഞാൻ ഒരുപാട് പേരുടെ ശത്രുവാവേണ്ടി വന്നു. നമ്മൾ വേറൊന്നുമല്ല, നമ്മുടെ സ്പോർട്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതായത് എല്ലാം കളിച്ചതും പഠിച്ചതും ഒക്കെ സാധാരണക്കാരല്ല, യൂണിവേഴ്സിറ്റി പ്ലേയേഴ്സ് ആയിരുന്നു, നാഷണൽ പ്ലേയേഴ്സും ഉണ്ട്. അങ്ങനെ അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ കരാട്ടയും കബഡിയും ഒരുപോലെ കൊണ്ടുപോയതാണ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഏറെക്കുറെ നമ്മുടെ കരാത്തയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കുട്ടികളെ കിട്ടിയില്ലേ? സാധാരണഗതിയിൽ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എന്തുമാത്രം കുട്ടികളാണ് നമുക്ക് കരാട്ടയ്ക്ക് കിട്ടുന്നത്, കരാട്ടയ്ക്കും അങ്ങനെയുള്ള ആയോധനകലകൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ അതിനാളില്ല, കുട്ടിയുടെ സമയമില്ല, ആരും അതിനോട്ട് മുന്നോട്ട് ഇറങ്ങാനൊക്കെ അവർക്ക് ഒക്കുന്നില്ല. കാര്യം ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അതല്ലെങ്കിൽ വേറെ വല്ല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കരാട്ടെ എന്നുള്ള ഒരു സ്ഥലം ഇത്തിരി ബുദ്ധിമുട്ടാണ്. പഠിക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടിയേ പറ്റൂ, ബുദ്ധിമുട്ടാതെ പഠിക്കാൻ പറ്റില്ല. കരാത്തെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഉപയോഗം ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ ഭാവിയിൽ അവരുടെ ശരീരത്തിനുണ്ടാവും. നമ്മുടെ സെൻറ്ററുകളിൽ വന്ന് ക്ലാസ്സുകളിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവിടെയുള്ള കുട്ടിക്ക് വേറെ ഏത് സെൻറ്ററുകളിൽ നിന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാം. അതിന് പ്രത്യേക ഫീസ് നമ്മൾ ഈടാക്കത്തില്ല. കാര്യം അവർക്ക് ആഴ്ചയിൽ 6 ദിവസം അല്ലെങ്കിൽ 8 ദിവസം ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റും. ആ രീതിക്കാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ആലിൻ്റെ മൂട്ടിൽ തുടങ്ങിയ ക്ലാസ് എന്ന് പറഞ്ഞാൽ തിങ്കളും വെള്ളിയുമാണ് 5 മണി മുതൽ 6:30 വരെ ക്ലാസ്. അപ്പം ഇവിടെ 2 ക്ലാസ്സേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് താല്പര്യമുണ്ട്, വീട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ MLA വക്കിലേക്ക് വരാം. അവിടെ ചൊവ്വയും വ്യാഴവുമാണ് ക്ലാസ്, അവിടെയും വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാം. അതല്ല എങ്കിൽ അവർക്ക് പുത്തൻകുളത്ത് തന്നെ, പുത്തൻകുളത്ത് ബുധനാഴ്ച വൈകിട്ട് 5 മണി മുതലും ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 9:30 വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അവിടെയും അവർക്ക് വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാം. അതിനൊന്നും പ്രത്യേക ഫീസുകൾ ഈടാക്കത്തില്ല. അതുപോലെ പൊഴിക്കര ക്ലാസ് ഉണ്ട്. പൊഴിക്കര ഉള്ളത് തിങ്കളും വെള്ളിയും ശനിയുമാണ്. വെള്ളിയും ശനിയാണ് അവിടുത്തെ ക്ലാസ്സുകൾ. പാറേക്കാവിൽ വന്നിട്ട് തിങ്കളും ശനിയാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സമയം കണ്ടെത്തി വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് അത്രയും ക്ലാസ്സുകളുടെ എണ്ണം കിട്ടും. മനസ്സിലായില്ല? അല്ലെങ്കിൽ ചോദിക്കും ആഴ്ചയിൽ ക്ലാസ്സേ ഉള്ളതെന്ന് ചോദിക്കും. അല്ല, നിങ്ങൾക്ക് ആഴ്ചയിൽ 8 ദിവസം അല്ല 9 ദിവസം വേണ്ടി പഠിക്കാത്ത രീതിക്കുള്ള ക്ലാസ്സുകൾ നമുക്കുണ്ട്. ആകെ 7 ദിവസം ഉള്ളത് അറിയാമല്ലോ. അതൊക്കെ കൂടെ ഞാനൊരു ജോക്കിന് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ്സായി പോയി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് പോയി അവിടെ കവർ ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. കൂടാതെ നല്ല തികഞ്ഞ ഒരു അച്ചടക്കമുള്ള ഒരു കരാത്തെ സ്റ്റുഡൻസായിട്ട് ഇറക്കാനും നല്ല സിലബസ് അറിയാവുന്ന, അതായത് ആ കുട്ടി എവിടെ ചെന്നാലും ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ച് മാറ്റി നിർത്താതെ അവരെ മുഖ്യധാരയിൽ ഇറക്കി നിർത്തുന്ന രീതിയിലുള്ള ഒരു കരാത്തെ സിലബസാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല സിലബസുകളാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാ ആഴ്ചയും നമ്മുടെ നാഷണൽ ചീഫിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് ക്ലാസ് ഓൺലൈൻ വഴി കിട്ടുന്നുണ്ട്. കാര്യം അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു അപ്ഡേഷൻ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. കൂടാതെ എല്ലാ 3 മാസം കൂടുമ്പോഴും നമുക്ക് നാഷണൽ ചീഫ് കുവൈറ്റിലുള്ള നൈനാൻ തോമസ് എന്ന മാഷാണ് നമ്മുടെ നാഷണൽ ചീഫ്. അദ്ദേഹം ഇവിടെ വന്ന് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. 6 മാസം കൂടുമ്പോൾ ജപ്പാൻ മാഷ് വരുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ നമ്മുടെ ബ്ലാക്ക് ബെൽറ്റ് ഉള്ളത്. അത് എല്ലാ വർഷവും ജപ്പാൻ മാഷ് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന നാഷണൽ ചീഫ് ഇന്റർനാഷണൽ ചീഫ് കഗാവയായിരുന്നു. അതിന് മുന്നേ ഇനാദ സിൻസി വന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ജപ്പാൻ മാസ്റ്റേഴ്സ് വന്നെങ്കിൽ അവരുടെ മുഖ്യധാരയിൽ നമുക്ക് ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാൻ പറ്റും. അല്ലാതെ എനിക്കോ എൻ്റെ സ്റ്റുഡൻസിനോ ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ജപ്പാൻ അസോസിയേഷനിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ക്യൂ സർട്ടിഫിക്കറ്റ് വരെ നാഷണൽ ചീഫിൻ്റെ അനുമതിയോടും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ നാഷണൽ ചീഫ് തോമസ് വിധേയത്തിൽ ആൻ്റണി നൈനാൻ തോമസ് അദ്ദേഹമാണ്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഷാവോലിൻ അക്കാഡമി ആണ്. ഷാവോലിൻ കരാട്ടയാണ്. JKS ഷാവോലിൻ അക്കാഡമിയാണ്.
നമ്മുടെ കരാത്തെ സ്റ്റൈലിന്റെ പേര്. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5 മണി മുതൽ 6:30 വരെയാണ് ഇവിടെ പരിശീലനം നടക്കുക. മണ്ണ് സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥൻ ബേബി ജെ ക്ലിന്റ്, യുവരശ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗം ജെ പ്രദീപ്, മുൻ പഞ്ചായത്ത് അംഗം വി ജോയി, ബിനു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉദ്ഘാടന ദിവസമായ ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം നൽകി. 4 വയസ്സ് മുതൽ മുതിർന്നവർക്ക് വരെ ഇവിടെ പരിശീലനം നൽകുന്നുണ്ട്. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ 5 മുതൽ 6:30 വരെയാണ് ഇവിടെ പരിശീലനം നടക്കുക. 6, 2,